ഞാൻ ഇന്നൊന്നും പഠിച്ചില്ല, ഇങ്ങനെ ചുമ്മാ കിടക്കുമായിരുന്നു. പക്ഷേ ടാരോ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാമിൻ്റെ അടുത്ത് കുറച്ച് മെസ്സേജൊക്കെ അയച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എനിക്കാണെങ്കിൽ അത് ഇങ്ങനെ കുറച്ച് നാൾ കേട്ട് എനിക്ക് പഠിക്കാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞത് 1 മാസം വേണമെങ്കിൽ ക്ലാസ് തരാം, 1 മാസം എനിക്ക് എപ്പോഴാണോ അത് എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ് തരാം. 8K ആണ്, 8000 രൂപയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ പറഞ്ഞില്ലേ ബ്രദറിൻ്റെ എക്സാം ആയതുകൊണ്ട് ഫുൾ ടൈം അടുക്കള ജോലിയും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതി ഞാൻ ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാമിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് 1 മാസത്തേക്ക് ഞാൻ വേറെ ഒന്നും ചെയ്യാതെ ഇത് മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അങ്ങനെ ആയിരിക്കും ഒരു ക്ലാസ് എടുക്കുക. വേറൊരു മാമിൻ്റെ അടുത്ത് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫീസ് അടങ്ങില്ല, നല്ല ഫീസാണ്. വേറൊരാളടുത്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞു, ആ ക്ലാസ് എൻ്റെ പെർമനൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ലോങ് റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേറെ ക്ലാസ്സുകൾ ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് നോക്കാം, കുറച്ച് വീതം പഠിക്കാം. 2 മാസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ മതി എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഈ എക്സാം അവൻ്റെ ഒന്ന് കഴിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ല ഫുൾ ഓൺ പവറിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്, 4:30 ആയി. അപ്പോൾ ഞാൻ പോയി ചായ ഇട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കഴിക്കട്ടെ. ബ്രദറും പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്, അവനും ചായ കുടിക്കുന്ന സമയത്ത് അവനും വരും. അപ്പോൾ ചായ ഇട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചായ കുടിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയായിരിക്കും രാത്രി. ഇനി അതാണ് മെയിൻ പരിപാടി. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി നാളത്തേക്കും ഇന്നത്തേക്കുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ നാളെ താമസിച്ച് എണീറ്റാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതാണ്. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി പോണേ. വീഡിയോസ് തന്നെ അറിയാമല്ലോ, ചെറിയൊരു കുഞ്ഞു ചാനലല്ലേ. അപ്പം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഇടാൻ ഒരു മോട്ടിവേഷൻ ആവും, അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഇന്ന് കുറച്ച് സമാധാനമുണ്ട്. ക്ഷേത്രത്തിൽ പോയതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ കുറച്ച് കാം മൈൻഡാണ് ഇന്ന്. എനിക്ക് ഭയങ്കര ഗവൺമെൻറ് ജോലി വേണോ, അത് വേണോ, ഇത് വേണോ, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പറ്റും, അങ്ങനെ ഒരു റഷ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും ചെറിയൊരു ഡൗട്ടായിട്ട് മനസ്സിൽ കിടപ്പുണ്ടെങ്കിലും കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ തീരുമാനങ്ങൾ മാറ്റിയും തിരിച്ചുമൊക്കെ എടുത്തുകൊണ്ടിരിക്കണമെന്ന്. എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ തീരുമാനങ്ങൾ മാത്രം, എൻ്റെ ഫൈനൽ ഇത് മാത്രം ഞാൻ പറയാം, റിസൾട്ട് മാത്രം പറഞ്ഞു പോവാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോയി ചായ ഇട്ടിട്ട് വന്നിട്ട് പറ്റുമെങ്കിൽ വ്ളോഗ് എടുക്കാം, ഇല്ലെങ്കിൽ കഴിച്ചിട്ട് ചപ്പാത്തി. My favorite space in my home, terrace. എത്ര മെമ്മറീസ് ആണെന്ന് അറിയാമോ. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇത് അടുപ്പി വെച്ച് വേവിച്ചിട്ട് ഒരു 2-3 വിസിലൊക്കെ കഴിപ്പിച്ച് വേവിച്ചിട്ട് തേങ്ങ വറുത്ത് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം. അതുണ്ടാക്കിയിട്ട് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ രാത്രിയുള്ള പരിപാടി കഴിഞ്ഞു, നാളത്തേക്കും കൂടെ എടുക്കാൻ പറ്റും. തേങ്ങ വറുത്തത്, പെരുംജീരകം, ചെറിയ ഉള്ളി, കരിവേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുവാണ്. ഇത് നല്ല വറുത്തിട്ട് ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് അരച്ചെടുക്കും. ഇത്ര ഇട്ടിട്ട് വീണ്ടും വറുത്തിട്ട് അരച്ചെടുക്കും. എന്നിട്ട് കടു വറുത്തിട്ട് ഈ അരപ്പ് ഇട്ടിട്ട് ഗ്രീൻ പീസ് വേവിച്ചതും ഇട്ട് ഉരുളക്കിഴങ്ങ്, ഉള്ളി അതിലുണ്ടല്ലോ അതും ഇട്ട് ഉപ്പും ഇട്ട് എടുക്കും. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു വെജ് കറി കിട്ടും. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇതിനൊക്കെ സൂപ്പറാണ്. ദോശ അതിന് വരെ കൊള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ കറി വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി ഇത് കരിയും.
പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്ര ഇട്ടിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസും വേവിക്കാൻ വെച്ചതിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിട്ടില്ല. ബാക്കി മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്ര ഇട്ടിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്. പെരുംജീരകം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്ത് തുടങ്ങിയപ്പോൾ കുറച്ച് പൊടിയല്ല, കുറച്ച് പെരുംജീരകം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇടാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇഷ്ടമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ഇടാം, ഇല്ലാത്തവർക്ക് 1 ടീസ്പൂൺ ഇടാം. തേങ്ങ വറുത്തതൊന്ന് തണുക്കാൻ വെച്ചേക്കുവാണ്. അവിടെ എല്ലാവരും TV കാണുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുവാണ്. ഇതിനൊന്ന് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കണം, ഇതിനൊന്ന് അരച്ച് കറിയും കൂടെ വെക്കണം, എന്നിട്ട് കഴിക്കണം. അപ്പത്തിൻ്റെ മാവുണ്ട്, ഞാൻ ചിലപ്പോൾ അപ്പം കഴിക്കും, ചപ്പാത്തി നാളെ കഴിക്കും. ചപ്പാത്തി ഉണ്ടാക്കണം, ചപ്പാത്തിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് മാവ് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കണ പരിപാടിയൊക്കെയാണ്. ഇത് കറിയും കൂടെ ഉണ്ടാക്കണ, കടുക് വറുക്കണ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് ഇത്രയും പരിപാടികളൊക്കെ ഉള്ളൂ. ചപ്പാത്തിക്ക് മാവ് ഒരുവിധം കുഴച്ച് വെച്ചിട്ടുണ്ട്. കറി റെഡിയായിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് വരുമെന്ന് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്കല്ല, ഒരു മാക്സിമം ഒരു 2 ദിവസത്തേക്കൊക്കെ വരും. എന്തായാലും കറി 2 വിസിലേ കേൾപ്പിച്ചുള്ളൂ. വെന്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉരുളക്കിഴങ്ങ് വെന്തു, ഗ്രീൻ പീസും വെന്ത് കാണണം. എന്തായാലും നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് 2 പാത്രത്തിലാക്കി കോരി വയ്ക്കണം. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം, അപ്പം ചുടണം. ഇത്രയും ജോലിയുണ്ട്. ഇപ്പം സമയം 8:15. എന്തായാലും ഒരു 9 മണി വരെയുള്ള ജോലി ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ കഴിക്കുക, പോയി കിടക്കുക, ടാരോ റീഡിങ് കാണുക, കിടക്കുക. നൈസായിട്ടുള്ള അപ്പം എടുത്തിട്ടുണ്ട്, ഗ്രീൻ പീസ് കറി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്, കട്ടൻ ചായ. അപ്പോൾ ഇതാണ് കഴിക്കാൻ പോണ. നല്ല വിശപ്പുണ്ട്. ചപ്പാത്തി ഞാൻ പരത്തിയില്ല, കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചു. നാളെ പരത്തി അമ്മ ചുട്ടെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടായിക്കോളും. ഞാൻ രാവിലെ എണീക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എന്തായാലും ഇപ്പോഴത്തോടെ ജോലിയൊക്കെ കഴിഞ്ഞു. 8:50 കഴിച്ചിട്ട് മുകളിൽ പോവാം. ടാരോ റീഡിങ് കണ്ടുകൊണ്ട് കിടക്കും, പിന്നെ ഉറങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇത് ഷാൻ ജിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണ. പുള്ളിയുടെ വീഡിയോ നോക്കി ഉണ്ടാക്കിയ മൈസൂർ പാക്കാണ്. അപ്പോൾ കൊള്ളാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തതെല്ലാം മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി ഒന്ന് മൂക്കണമായിരുന്നു. അതായത് ഒരു 6 മിനിറ്റോ 8 മിനിറ്റോ എങ്ങാണ്ട് പുള്ളി പറഞ്ഞിട്ടുള്ളൂ അത് ശർക്കര പാനിയിൽ ചേർത്ത് ഇളക്കാൻ വേണ്ടി. പക്ഷെ ഒരു തീ കുറച്ച് വെച്ചാണ് ഞാൻ ഇളക്കിയത്. ഇനി അതിൻ്റെതാണെന്ന് അറിയില്ല. പക്ഷെ ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ അത്ര അങ്ങോട്ട് സെറ്റായില്ല, പിന്നെ എടുത്തപ്പോൾ ശരിയായി. എന്നാലും ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ എടുക്കുമ്പോൾ, രാത്രിയാണ് ഉണ്ടാക്കിയത്, പിറ്റേന്ന് എടുക്കുമ്പോൾ തന്നെ അത് ശരിയായേനെ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങണ ഗീ മൈസൂർ പാക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ മൈസൂർ പാക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. മൈസൂർ പാക്ക് ലഡുവൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് വീഡിയോ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്നാലും കുറച്ച് മറന്നുപോയെങ്കിലോ. 1-2 വർഷമായി ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് 1 വർഷമൊക്കെ ആയി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു റെഫറൻസിന് വേണ്ടി നോക്കിയെന്നേ ഉള്ളൂ, ആ കുക്കിംഗ് ടൈമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. പിന്നെ അപ്പോൾ ഇനി ടാരോ റീഡിങ് എന്തെങ്കിലും കാണും, കിടന്നുറങ്ങും, ഇത് കഴിക്കും, കിടന്നുറങ്ങും. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അറിയാമല്ലോ, കുഞ്ഞു ചാനലല്ലേ, അതുകൊണ്ട്. പിന്നെ ഇന്നൊന്നും പഠിച്ചില്ല. ആക്ച്വലി ഡയറ്റീഷ്യൻ കോഴ്സ്, പിന്നെ എനിക്കിഷ്ടമുള്ള ടാരോ റീഡിങ്ങിൻ്റെ ആ മാമിനോട് വിളിച്ച് ചോദിച്ച്, മെസ്സേജ് ഇട്ട് ഇമെയിൽ അയച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് കോഴ്സ് തരുമോ എന്നൊക്കെ, എങ്ങനെയാണെന്നൊക്കെ. ആരും നമുക്ക് ലൈഫ് ലോങ് കോഴ്സ് തരുന്നില്ല, അതാണ് പ്രശ്നം. അതായത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് അവർ തരില്ല. 30 ഡേയ്സ്, 1 മന്ത്, 2 മന്ത് അങ്ങനെയൊക്കെ തരുള്ളൂ. എനിക്കാണെങ്കിൽ കുറേ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നേരം പഠിച്ചാലേ, റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി എടുത്താലേ കാര്യങ്ങൾ തലയിൽ നിൽക്കുകയുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് തലയും വേണമല്ലോ. ടാരോ റീഡിംഗ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ, ഫ്യൂച്ചർ പ്രഡിക്ഷൻ പോലെയല്ലേ. അതുകൊണ്ട്
എനിക്ക് അത് കുറേ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാളെ കോഴ്സ് എടുത്തു, പക്ഷേ അതങ്ങോട്ട് ക്ലിയർ ആയില്ല, കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പുള്ളിക്കാരി റിപ്ലൈ തരുമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് നേരം ഉറങ്ങി, എന്നാലും എനിക്കിഷ്ടമായി. ഉറങ്ങുന്നതും എനിക്കിഷ്ടമാണ്. ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങിയായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചില്ല, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് എടുത്തേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇന്ന് ജൂലൈ 3 or 4 എങ്ങാണ്ടാണ് 2026. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്, പരത്തി അമ്മ നാളെ ഇങ്ങനെ വേവിച്ചെടുത്തോളും. അത് ഞാൻ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ലെങ്കിൽ അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞു. കറിയൊക്കെ റെഡിയാണല്ലോ, സെറ്റാണ്. അപ്പോൾ അത്രയും വിശേഷങ്ങളാണ് ഇന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. സാമ്പത്തികമായി ഭദ്രതയൊന്നുമില്ല, എന്നാലും നമുക്ക് ഇതിലൂടെയും ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നേക്കാമല്ലോ. എന്തായാലും ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഒരു മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ എന്നെ കെയർ ചെയ്യണതാണ് എനിക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയും ഗവൺമെൻറ് ജോലി വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയും ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലി പഠിച്ചാലും ഉടനെ ഒന്നും അങ്ങനെ അതിന് വേണ്ടി റഷ് ചെയ്തൊന്നും ഞാൻ പഠിക്കുകയില്ല. അത് ഉടനെ കിട്ടാനും സാധ്യത കുറവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ, അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ, അതിലൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം അതിനനുസരിച്ച് ഗവൺമെൻറ് ജോലി വേണമെന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും അതിൻ്റേതായ വെബ്സൈറ്റ് ക്രിയേഷൻ, യൂട്യൂബ് ചാനൽ, ടാരോ റീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡയറ്റീഷ്യൻ കോഴ്സ്, സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ്, ഇങ്ങനെ പോവും. എന്നെ ആരും അനുകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവും ഒക്കെയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കാണാം. എന്ന് ഷൂട്ട് ചെയ്യുന്നൊന്നും അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ചാനലിൽ വീഡിയോ തന്നെ ചെയ്യാനാവുന്ന എനിക്ക് വലിയ താല്പര്യം ഇല്ലാതിരുന്നതാണ്. പിന്നെ 1 or 2 സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കളയണ്ട, ഒരു വ്ളോഗ് ചാനൽ പോലെ കൊണ്ടുപോകാൻ വേണ്ടി ഇത് നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇത് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.